അങ്ങനെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. സൺഡേ ഈസ് എ ഹോളിഡേ എന്നല്ലേ, ഇത് സൺഡേ എടുത്ത് വെച്ചിരുന്നതാണ്, ഞായറാഴ്ച എടുത്ത് വെച്ച് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇതാണ്ട് വന്നപ്പോൾ നമ്മുടെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര കോടയെ. ഇത് മൂന്നാർ തന്നെയാണോ അതോ നമ്മുടെ വീടാണോ എന്നുള്ളൊരു സംശയമാണ്. ഭയങ്കര കോട എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല രസമായിരുന്നു വെളിയിലൊക്കെ നിൽക്കാൻ. നല്ല തണുപ്പും മഞ്ഞും കണ്ടില്ലയോ. ഇങ്ങനെ ആദ്യമായിട്ടാണ് എൻ്റെ വീട് നമ്മുടെ വരുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ഇത്രയും കോടയോ. സാധാരണ ഇടുക്കി വയനാട് ആ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ കോടയൊക്കെ കാണുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നേരം ഇങ്ങനെ വെളിയിൽ നോക്കി നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ വെളിയിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ. രാവിലെ അച്ഛന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ കോവയ്ക്ക, ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ വീട്ടിലെ കോവയ്ക്കാന്ന്. അങ്ങനെ ഇന്ന് അത് പിച്ചാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. കോവയ്ക്ക എന്നും കിട്ടും നമുക്ക് അവിടെ ഇവിടെയല്ല. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുക. കാരണം മായമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ കിട്ടും. അങ്ങനെ അത് സാധനങ്ങളെല്ലാം ഞാനിങ്ങനെ നോക്കുവാണേ. അങ്ങും ഇങ്ങുമൊക്കെ ഉള്ളു. കാരണം എന്ന് നമ്മൾ എടുക്കും. മിക്ക ദിവസവും ഇവിടെ കോവയ്ക്ക ഞാൻ മെഴുക്കുന്നുണ്ട്. ഞാനും ഒരു കോവയ്ക്ക കൊതിച്ചാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് കോവയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് കട്ടപ്പെട്ട് ഞാൻ നട്ട് വാർത്തി വെച്ചേക്കുവാണ്. ഇവിടെ ആണെങ്കിൽ ടാങ്കിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് മണ്ണെല്ലാം എടുത്തിട്ട് ഈ കുഴിച്ചിട്ട ടാങ്കാണ് ഈ വെളി വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ എന്നിട്ട് ആ കോവയ്ക്ക ഇതെല്ലാം കൊണ്ട് വന്ന് നമുക്ക് ഒത്തിരിയൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം അച്ഛന് ചോറ് കൊണ്ടുപോകാനുള്ളത് എല്ലാം കിട്ടി. പിന്നെ ആണെങ്കിൽ ഈ മീൻ ഇങ്ങനെ ഇടുമ്പോൾ ചെയ്യുന്നൊരു ശബ്ദമില്ല, രസമുണ്ടല്ലേ കേൾക്കാൻ. നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് ഈ ശബ്ദം ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്? പിന്നെ ഇന്ന് രാവിലെ നമുക്ക് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തലേന്ന് തന്നെ മാവ് അരച്ച് വെച്ചിരുന്ന് അതിനകത്തോട്ട് നല്ലല്ലോ എന്തുവായിരുന്നു ഇട്ടത്, പഞ്ചസാര ഉപ്പും ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി വെക്കണം. ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നെയ്യ് എടുത്ത സമയത്ത് നെയ്ക്കകത്തുനിന്ന് ആരോ നെയ്യ് എടുത്ത് കഴിച്ചു. ഞാൻ പിന്നെ കടയിൽ പോയി ഒരു ചെറിയ ടിന്ന് നെയ്യ് മേടിച്ചു. അച്ഛൻ പോകുന്നതിന് മുമ്പ് തന്നെ നെയ്യ് മേടിക്കാൻ പോയി. കാരണം സ്കൂട്ടർ അച്ഛൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നടന്ന് കടയിൽ വരെ പോകണ്ടേ. അങ്ങനെ നെയ്യൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അച്ഛൻ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് നിൽക്കുക വേഗം പോകാൻ വേണ്ടി. ഞാൻ ധൃതി വെച്ച് ചോറ് വിളമ്പുന്നു. എനിക്ക് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ വിളമ്പലെല്ലാം പകുതിയൊക്കെ താഴെ പോവും. അതൊക്കെയാണ്. പിന്നെ നമ്മുടെ കോവയ്ക്ക് ഇച്ചിരി ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്നും മൊരിഞ്ഞ് കരിഞ്ഞു, അത്രേ ഉള്ളൂ. എല്ലാ കുഴപ്പമൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ മുട്ട വറക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് വെച്ചിട്ട് നെയ്യ് ഞാനിങ്ങനെ ഈ പാത്രത്തിൽ നന്ദു എണ്ണീറ്റ് വരുന്നതിന് മുമ്പ് ഈ പാത്രത്തിൽ നെയ്യ് തടകി നമ്മുടെ ഈ സാധനം മാവ് ഒഴിച്ച് വെക്കണം. അല്ലെങ്കിൽ അവളും കൂടെ വന്നു കഴിയുമ്പോഴേ ഭയങ്കര അവൾക്ക് ഒഴിക്കണമെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ബഹളങ്ങളാവും. അതിനു മുമ്പ് തന്നെ ഉണ്ടാവും ഞാൻ നമ്മുടെ അരച്ച് വെച്ചത് മാവായതുകൊണ്ട് കരിക്കും വെള്ളവും കൂടി ഒഴിച്ചപ്പോൾ നല്ല ബാറ്റർ നല്ല സോഫ്റ്റായിട്ട് കിട്ടി കേട്ടോ. നല്ലതായിട്ട് കിട്ടി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് ഈസ്റ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈസ്റ്റ് ഇടുന്നവർ കാണും, പക്ഷെ ഞാൻ ഈസ്റ്റ് ഇട്ടില്ല. അല്ലാതെ തന്നെ കരിക്കും വെള്ളവും ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തി വരും. അതാണ് ഒഴിച്ചത്. ഈസ്റ്റ് എപ്പോഴും ഇടത്തില്ല. തേങ്ങ അരയ്ക്കുവാണെങ്കിലാണ് 2-3 ഈസ്റ്റ് ഇടുന്നത്. പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം, ഏത്തയ്ക്ക, അതും കൂടെ അരിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മാറി തിരിച്ചിട്ട് ഒരു ഭംഗിക്ക് കിടക്കട്ടെന്ന് അതെല്ലാം കൂടെ ഞാൻ എന്നാൽ ഗ്യാസിലോട്ട് വെക്കാമെന്ന് വിചാരിച്ച് അതിനകത്തോട്ട് ഒരു കോഴിമുട്ട നന്ദുവിന് വേണ്ടി ഇട്ട്. കാരണം അവൾക്ക് കോഴിയല്ലല്ലോ, അവൾക്ക് മുട്ട കഴിക്കണമെന്ന് എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾ എണ്ണീറ്റ് വരുമ്പോൾ അവൾക്ക് ഈ കിണ്ണത്തപ്പം മുട്ട പുഴുങ്ങിയതും കൂടെ കൊടുക്കാമല്ലോ. ഈ സാധനം വെക്കാം. അതിനകത്തോട്ട് നമ്മുടെ ബാറ്ററി വെക്കാം. സരു എങ്ങതാ ആണെങ്കിൽ ഈ ഒരു വലിയ പാത്രം എടുത്ത് വെക്കാൻ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നേ. ഞാനാണെങ്കിൽ തൂത്തോണ്ട് വന്നു. പക്ഷെ അവൾ അതിനകത്തോട്ടൊന്ന് വീണ്. എനിക്ക് തോന്നുന്നു നടു ചെറുതായിട്ടൊന്ന് മുട്ടിയത് കൊണ്ട് വേദന വന്ന്. പിന്നെ ഞാൻ അവളെ വഴക്ക് പറഞ്ഞ് പെട്ടെന്ന് അതെല്ലാം എടുത്ത് വെച്ച്
ഈ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഇനി എവളെയും കൂടെ പറഞ്ഞ് വിട്ടിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് കുറച്ച് നേരം കിടക്കാൻ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ എന്നിട്ട് ഒന്നുകൂടെ തൂത്തു വാരി. കാരണം ഇവൾ അവിടെ ഇവിടെയൊക്കെ നിന്നുകൊണ്ട് നല്ലപോലെ നമുക്ക് തൂത്തു വാരാൻ പറ്റിയില്ല. ഈ കാലിൽ മണ്ണ് പറ്റുന്നത് ഭയങ്കര ദേഷ്യമാണ് എനിക്ക് തന്നെ അല്ല, അച്ഛനും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും പെര മുറി അകം എല്ലാം നമ്മൾ തൂത്ത് തുടച്ച് എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഇട്ടേക്കും എപ്പോഴും. കാരണം നടക്കുമ്പോൾ മണ്ണ് പറ്റുക കാലയിൽ ഭയങ്കര, ഒന്നാമത് വെളിയിൽ മൊത്തം കുഴി എടുത്തിട്ടേക്കുന്നതുകൊണ്ട് ഭയങ്കര ചെളിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി മണ്ണൊക്കെ പറ്റിയാലോ എന്നോർത്ത്. അപ്പോൾ സൺഡേ ഇങ്ങനെയൊക്കെയാണ് കുറേ വിശേഷങ്ങൾ. നന്ദപ്പൻ ഇടയ്ക്കൂടെ വന്നിട്ട് ഇത് മൈലാഞ്ചി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം നല്ല പോത്തിറച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അണ്ണൻ. ഞാനാണെങ്കിൽ പോത്തിറച്ചി ഇങ്ങനെ വെക്കാമെന്നുള്ളത് കൊണ്ട് കുറച്ച് കൊച്ചുള്ളിയും കാര്യങ്ങളും എല്ലാമായിട്ട് താഴെയിട്ട് ഇപ്പം തൂത്തുവാരി പെരയ്ക്കകമാണെങ്കിലും സൈഡിൽ മൊത്തം അവൾ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ വലിച്ചു വാരി. ഞാൻ എന്നിട്ട് കുളിച്ചിട്ട് വന്ന് പോത്തിറച്ചിയെല്ലാം കഴുകി വെച്ചിട്ട് കുളിച്ചിട്ട് വന്നിട്ടാണ് ഈ ചീനി അരിഞ്ഞ് വെക്കുന്നത്. നല്ല ഇറച്ചിക്കറിയും ചീനി വേവിച്ചും കൂടെ അയ്യോ ഇപ്പോൾ ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ ആ കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വായി നിൽക്കണം. അത്രയും അടിപൊളിയായിരുന്നു. ഞാൻ അടപ്പിലാണ് തീ കൂട്ടിയാണ് വെച്ചത്. ഗ്യാസിൽ വെക്കാൻ നിന്നില്ല. ഗ്യാസിൽ ജസ്റ്റ് ചിക്കൻ പോലും ഇറച്ചി ഒന്ന് വേവിച്ച് മാറ്റിയിട്ട് ബാക്കി അടപ്പയിലോട്ട് വെച്ച് എന്നിട്ട് നമ്മുടെ ചീനി ഇങ്ങനെ കൊത്തുക. ചീകി അരിയുന്നവരും ഉണ്ട്, കൊത്തി അരിയുന്നവരും ഉണ്ട്. ഞാൻ എപ്പോഴും കൊത്തുവാണ് ചെയ്യുന്നത്. ചീകുന്നതാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊത്തുന്നതിനെക്കാട്ടി. എനിക്ക് എളുപ്പം കൊത്തുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു ദിവസം ചീകിയ സമയത്ത് കയ്യിൽ മൊത്തവും പിച്ചാത്തി കൊണ്ട് കയറി വിട്ടിട്ട് മുറിഞ്ഞു. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ പിന്നെ ചീകാനുള്ള സാഹസ്യത്തിന് മുതിരാറില്ല. അതാണ് സത്യസന്ധമായ കാര്യം. അപ്പോൾ എന്തിനാ നമ്മൾ സാഹസ്യത്തിന് മുതിരുന്നത്? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കറിയാവുന്ന രീതിയിൽ ചെയ്താൽ പോരായോ. എന്തിനാ ചൂലിൽ ഈർക്കിലെടുക്കുന്നേ? തലമുടി കെട്ടിത്തരാം, വാ ഇങ്ങോട്ട് വാ. എടി തലമുടി കെട്ടിത്തരാമെന്ന. തലമുടി കെട്ടണ്ട. അപ്പൊ അകത്ത് കയറി ഇരിക്കുന്നില്ല. കാലത്ത് കാണിച്ചേ, കാല് കാണിക്ക്. ഇവിടെ നിന്റെ മോള് കാണിച്ച അഹങ്കാരം കണ്ടു. നിന്റെ വീട്ടിലോട്ട് വന്നത് എന്നോട് ചെയ്ത പ്രതികാരമാണിത്. കണ്ടോ ഇത്? കണ്ടോ നീ എവിടെങ്കിലും പറ്റുമോ ഇങ്ങനെ കാണിക്കാൻ? ഓ പിന്നെ ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ പോയി. ഞങ്ങൾ രണ്ടുപേരോട് ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഫോണിനകത്ത് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. ഒക്കെ അപ്ലോഡ് ചെയ്ത് പിന്നെ അങ്ങനെ ഒരു 2 മണി വരെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വെളിയിലിരുന്ന് ഇതേ സംസാരം തുടർന്നു. എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. മാറിയും തിരിഞ്ഞും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് സമയം പോയതും അറിഞ്ഞില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സൺഡേ വന്നേക്കുന്നത്. നിങ്ങളുടെ സൺഡേകൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, ഡേ ആഫ്റ്റർ മൈ ലൈഫ് എന്നൊക്കെ വേണേൽ ഇടാം. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാകുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറയാനുണ്ടെങ്കിൽ നല്ല രസമാണല്ലേ. നമുക്ക് കുറേ നേരം ഇങ്ങനെ സംസാരിക്കാൻ. നന്ദുവിൻ്റെ ചാട്ടം കണ്ടത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നന്ദുവിൻ്റെ ഓട്ടം കണ്ടത്. നിങ്ങളെന്നെ കണ്ടില്ലേ, ഓരോ റൗണ്ട് ഓടുന്നു കയറുന്നു, എന്തോ കുട്ടിക്ക് തകരാറ് സംഭവിച്ചിരിക്കുന്നു. അതാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലായത്. പെട്ടെന്ന് തന്നെ അറിഞ്ഞത് കാര്യമായി, പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുപോകാമല്ലോ. അതുകൊണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെയുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഞാനിടാം. ഇതിപ്പോൾ കുറച്ച് വൈകിപ്പോയി ഇടാൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.